പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഈ പ്രഭാതം നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ പ്രാണൻ്റെ ഉടയവന്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ സർവവുമാണ്. നാം അവനോടൊപ്പമാണ് ആയിരിക്കേണ്ടത്. സ്തോത്രം. അവനോടൊപ്പമാണ് നാം വാസം ചെയ്യാൻ പോകുന്നത്. ആ നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്ന കർത്താവ്, അല്ലേ? സ്തോത്രം. നമ്മുടെ സന്തോഷവും കർത്താവായിരിക്കണം. സ്തോത്രം. നമ്മുടെ എല്ലാം കർത്താവായിരിക്കണം. ദൈവത്തിന് മഹത്വം. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഐശ്വര്യമായി ഉയർത്തുവാൻ, ഈ പ്രഭാതം ആ നാമത്തിന് മഹത്വം കരയറ്റുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. യേശുപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ യേശുപ്പാ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നല്ല രക്ഷിതാവേ, കർത്താവിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. എൻ്റെ യേശുവിന് മുഴുവൻ മഹത്വം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു. വളരെ വേഗത്തിൽ നമ്മളൊരു വചനഭാവം വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, അതിൻ്റെ 5-ാമത് വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. സ്തോത്രം. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. ഇതിലെ കുടുംബ പ്രാർത്ഥനയിൽ ഇത് പറഞ്ഞു. സ്തോത്രം. അതെൻ്റെ ഹൃദയത്തിൽ പിന്നെയും അതങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. പൗലോസ് ശുഷ്കാന്തി കൊണ്ട് പിന്നെയും യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. യഹൂദന്മാർക്ക് ദൈവം ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹം വീണ്ടും പോയി അവരോട് ഈ പറയുന്നത്? അവർക്കൊരു മശിഹ വരുമെന്ന് അവർക്കറിയാം, അല്ലേ? അവർക്കൊരു പിതാവായ ദൈവമുണ്ട്. അവരുടെ പിതാവുണ്ട്. അവർക്ക് പിതാവായ ഒരു ദൈവമുണ്ട്. യാഹെന്ന ദൈവമുണ്ട്, അല്ലേ? യഹോവയായ ദൈവത്തെ അവരറിയുന്നവരാണ്. അവരെല്ലാ വർഷവും പാപമോചനത്തിന് യാഗം കഴിക്കുന്നവരാണ്. ദൈവപ്രസാദത്തിന് വേണ്ടി അവരുടെ ജീവിതം ത്യാഗം ചെയ്യുന്നവരാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്ന യഹോവയായ ദൈവം പറഞ്ഞ കൽപ്പനകൾ അവരനുസരിക്കുന്നതാണ്. ന്യായപ്രമാണം ആചരിക്കുന്നവരാണ്. അവരോട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ എന്തുവാണ് പറയുന്നത്? അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ദൈവത്തെ വിളിക്കുന്ന ക്രിസ്ത്യാനികളും ക്രിസ്തീയ സമൂഹമെല്ലാം ദൈവത്തെയല്ലേ വിളിക്കുന്നത്? അതെ, ദൈവത്തെ വിളിക്കുന്നത്. മറ്റ് ജാതികളായിട്ടുള്ള മനുഷ്യരും ദൈവത്തെയല്ലേ വിളിക്കുന്നത്? അവർക്കെല്ലാവർക്കും ഒരു ദൈവമുണ്ട്. ഒരു ദൈവമല്ല, പലർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. സ്വന്തം. എന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ. ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചവും നമ്മയും എല്ലാം നിർമ്മിച്ച ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവം ആരാണ്? ആ ദൈവം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തി. ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തിയുള്ള ജനത്തോട് വന്ന് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു കാലത്ത് താനും ഈ ന്യായപ്രമാണത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ ഓടിയ ആളാണ്. എരിവോടെ സ്തോത്രം ഈ നാമത്തിന് വേണ്ടി നിന്നയാളാണ്. സ്തോത്രം. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം യഹൂദന്മാരോട് ആദ്യം, അതിനുശേഷമാണ് ജാതികളുടെ ഇടയിലേക്ക് വരുന്നത്, വിളിച്ചു പറയുകയാണ്, യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. രക്ഷിക്കുവാൻ വന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ രക്ഷകനായ ക്രിസ്തു ആരാണ്? അത് യേശുവാണ് എന്ന് അവരോട് പ്രസംഗിച്ച് അവരെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നും ലോകത്തെ ഉറപ്പിക്കേണ്ടതും ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുമായ കാര്യം എന്താണെന്നറിയോ? രക്ഷകനായ യേശു. അതാണ് ലോകത്തെ പറഞ്ഞുറപ്പിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ. ആ രക്ഷകനെ പറ്റിയാണ് ഇന്ന് ലോകത്തോട് പറയേണ്ടത്. ലോകത്തിന് ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് ദൈവങ്ങൾ ലോകത്ത് ഓരോ മനുഷ്യ വിഭാഗങ്ങൾക്കും ഉണ്ട്, അല്ലേ? എന്നാൽ രക്ഷകനായ ക്രിസ്തു, നമുക്ക് ആത്മാവിന് നിത്യജീവൻ തരുന്നത് ക്രിസ്തു യേശുവാണ് എന്നുള്ള സത്യമാണ് ലോകത്തോട് പറയേണ്ടത്. അത് ശുഷ്കാന്തിയോടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞവർ ഇന്ന് ഈ പ്രഭാതത്തിലും എന്നെ ആദ്യമായി കേൾക്കുന്നവരും ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരും രക്ഷിക്കപ്പെട്ടവരും വിവിധ തലങ്ങളിൽ വിവിധ വിമർശന മുഖങ്ങളിലും വിവിധ മനോഭാവത്തോടെ ഒക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഏതെല്ലാം നിലയിലാണ് നിങ്ങളിതിനെ ഉൾക്കൊള്ളുന്നതെങ്കിലും ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാലേ, രക്ഷകൻ യേശു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് മനുകുലത്തിൻ്റെ രക്ഷകൻ. മനുഷ്യന് രക്ഷപ്പെടുവാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സർവശക്തനായ ദൈവം ഈ തൻ്റെ സൃഷ്ടികളായ തൻ്റെ മക്കളായ മനുകുലത്തെ തൻ്റെ ഇമേജ്, തൻ്റെ സ്വരൂപമായി താൻ സൃഷ്ടിച്ച ഈ ഉന്നതമാർന്ന സൃഷ്ടി, അതിനെ നഷ്ടപ്പെട്ടു പോയതിനെ രക്ഷിപ്പാൻ വേണ്ടി ദൈവമൊരുക്കിയ ദൈവത്തിൻ്റെ പദ്ധതി
താൻ തന്നെ വേഷത്തിൽ മനുഷ്യനായി വന്നതാണ് ക്രിസ്തു യേശു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ക്രിസ്തുവാണ് രക്ഷകൻ എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിന് വേണ്ടുന്നത്. അതിന് പകരം ലോകത്തോട് പലവിധമായ ദൈവിക അത്ഭുതങ്ങളെയും ദൈവപ്രവർത്തികളെന്ന് പറഞ്ഞ് പലതിനെയും, അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് പലതിനെയും, പല പുണ്യപ്രവർത്തികളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് മോക്ഷമാർഗമാണെന്ന് നമ്മളിത് പറഞ്ഞു വരുത്തുകയാണ്. അല്ല, ഒരൊറ്റ മാർഗമേ ഉള്ളൂ മോക്ഷമാർഗം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാട്ടുകാരൻ പറഞ്ഞ മോക്ഷയാത്രയാണിതു ഞാൻ നടപ്പത്, കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാ, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. ഈ രക്ഷകൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവാണ് നമുക്ക് ഈ പാപത്തിൽ നിന്നും മോക്ഷം തരുവാൻ, മോചനം തരുവാൻ, നമ്മെ നിത്യരക്ഷതയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന രക്ഷകൻ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ലോകം പ്രസംഗിക്കേണ്ടത്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമൂഹം ലോകത്തോട് പറയേണ്ടത്, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന്. പക്ഷേ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുന്നവർ ക്രിസ്തുവിനെ പറയുന്നില്ല എന്ന് വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. വെറും പേര് മാത്രം, അല്ലേ? ഒരു ലേബൽ മാത്രം. പണ്ടാരാണ്ട് പറഞ്ഞാൽ വെറും ഒരു സ്റ്റാമ്പ് മാത്രമാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, പദവി എന്ന് പറഞ്ഞ പോലെ, റോളൊന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞതുപോലെയാണ്. വെറും ഒരു പേര് മാത്രം. അതല്ല, ക്രിസ്തുവിനെ ഇവിടെ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ശുഷ്കാന്തിയോടെ ഈ നാമത്തിന് വേണ്ടി നിന്നവരെ വളരെ ശുഷ്കാന്തിയോടെ, തീവ്രമായ വികാരത്തോടെ അവരെ ചുട്ടുകൊല്ലുവാൻ, അവരെ വെട്ടിക്കൊല്ലുവാൻ, അവരെ ഈ ഉന്മൂലനം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ ക്രിസ്തു ദർശനം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും ആത്മശക്തിയുടെ പ്രദർശനമായി തീർന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞതാണ്, കർത്താവായ യേശുവാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിലേക്കാണ് നാം ലോകത്തെ നയിക്കേണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ക്രിസ്തു എന്ന രക്ഷകനായ യേശുവിനെയാണ് ലോകത്തോട് പറയേണ്ടത്. യേശു ക്രിസ്തു ലോക രക്ഷിതാവാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. ആ കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. വേറെ ഒരു മാർഗവുമില്ല, വേറെ ഒരു വഴിയുമില്ല. തീർത്തും പറയാം, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം രക്ഷിക്കപ്പെടുവാൻ, കർത്താവായ യേശു ക്രിസ്തു. യേശുവാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് വഴി തുറന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെ സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കിടക്കില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഞാൻ വാതിലാകുന്നു. കർത്താവാണ് വാതിൽ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സ്വർഗമൊരുക്കിയ വാതിൽ ക്രിസ്തുവാണ്. സ്തോത്രം. ഞാൻ ലോകത്തിന് വെളിച്ചമാണെന്ന് കർത്താവ് പറയുകയാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ് നടക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നവന് കിട്ടുന്ന ജ്ഞാനമാണ് ക്രിസ്തു രക്ഷകനാണ് എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ ആ ക്രിസ്തുവാകുന്ന രക്ഷകനെ, ആ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ ചുമലിന്മേലുണ്ട്. യേശുവെ അറിഞ്ഞ നാം ഓരോരുത്തരും നാവുകൾ അടക്കി വയ്ക്കുവാനല്ല. അതിൻ്റെ സ്തോത്രം 9-ാമത്തെ വാക്യത്തിൽ പറയാം, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയാം. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനോട് കൂടെയാണ് കർത്താവ് ഉള്ളത്. അതെ, അത് വളരെ വ്യക്തമാണ്. അല്ലാതെ എന്ത് പറഞ്ഞാലും, എന്തൊക്കെ അത്ഭുതങ്ങൾ അവിടെ നടന്നാലും, അത്ഭുതം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും അവിടെ നമ്മുടെ കർത്താവ് ഇല്ലെന്ന്. ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്താണ് അവനുള്ളത്. തിരുവചനം പറയണ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത്. സ്തോത്രം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്തു. ഇന്ന് പകൽ യേശുവിനെ പറയുന്നവനോട് കൂടെ ആരുണ്ട്? ക്രിസ്തുവുണ്ട്, കർത്താവുണ്ട്. കർത്താവാകുന്ന ക്രിസ്തു, രക്ഷകനാകുന്ന ക്രിസ്തു, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നവരെ ഓരോ വ്യക്തികളോടും കൂടെയുണ്ട്. അവരുടെ വഴികൾ അത്ഭുതമായി മാറും. അവർ ചെയ്യുന്നതൊക്കെയും പിതാവിലൂടെ സാധ്യമായി തീരുവാൻ ചെയ്യും. അവരുടെ പാതകൾ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, നിങ്ങൾ പ്രസംഗിക്കുന്നവരാണ്, നിങ്ങൾ ശുശ്രൂഷകരാണ് എങ്കിൽ നിശ്ചയമായും
നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്തമാണ് യേശു ആകുന്നു ക്രിസ്തു എന്ന ലോകത്തോട് പരിചയപ്പെടുത്തുവാനുള്ളത്. അത് നാം ചെയ്യണം. ബാക്കിയുള്ള കഥകളിലും പ്രവചനങ്ങളിലുമൊക്കെ നിന്നുകൊണ്ട് വട്ടം തിരിഞ്ഞുകൊണ്ട് ലോകത്തൊരു അപഹാസ്യപാത്രമായി ലോകത്തിന് വിമർശിക്കുവാനുള്ള ഒരു ഉപാധിയായി നിങ്ങൾ മാറരുത്. സ്തോത്രം. നിങ്ങൾ ആ നിത്യരക്ഷയെ കാണിച്ചു കൊടുക്കുന്ന, രക്ഷകനെ ഉയർത്തിക്കാട്ടുന്ന, രക്ഷകനിലേക്ക് ആകർഷിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. ഈ പ്രഭാതം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഉയർത്തിയാൽ ഒരു നന്മയും മുടക്ക് വരികയില്ല കേട്ടോ. കർത്താവിനെ ഉയർത്തിയാൽ ഒരു നന്മയ്ക്കും മുടക്ക് വരത്തില്ല. സ്തോത്രം. എൻ്റെ യേശു സകലത്തിനും മതിയായവനാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തപ്പോണ സമ്പന്നനാണ്. ആ നാമത്തെ ഉയർത്തുന്ന നിൻ്റെ സകല ബുദ്ധിമുട്ടുകളും, എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. നിങ്ങളുടെ നാം യേശുവിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കെട്ടുകൾ അഴിയപ്പെടും. പല വിശ്വാസത്തിൽ വന്നിട്ടും പലരുടെയും ജീവിതത്തിലെ കെട്ടപ്പെട്ട അനുഭവങ്ങൾക്ക് മാറ്റമില്ലാത്ത എന്നാണെന്നറിയോ? അവരിപ്പോഴും പ്രവചനങ്ങളും ന്യായപ്രമാണങ്ങളിലെ തത്വങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് അതിനകത്തെ ഈ സ്തോത്രം ദൂതുകളൊക്കെ കേട്ട് തല മന്ദീഭവിച്ച് എത്ര പറഞ്ഞാലും ചിലർക്ക് ആ ദൂത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നെപ്പറ്റി ദൈവം വല്ലതും സംസാരിച്ചോ? എന്താണ് ദൈവത്തിൻ്റെ ആലോചന? നിങ്ങളോട് എന്താ ആലോചന? യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അതിൽ പരം എന്താ ആലോചന നിങ്ങൾക്ക് വേണ്ടുന്നത്? പിന്നെ ആരുടെ നാവിൽ നിന്ന് ദൂത് കേൾക്കാൻ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളോട് യേശു അല്ലേ സംസാരിക്കുന്നത്? നിങ്ങളുടെ കൂടെയുള്ളത് യേശു അല്ലേ? കർത്താവ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കർത്താവ് കൂടെയുള്ളപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് കഴിഞ്ഞ് പക്ഷിശാസ്ത്രക്കാരൻ ചെന്നിരിക്കുന്നത് എന്നെപ്പറ്റി വല്ല ആലോചന ഉണ്ടെങ്കിലും പറയണം. നിന്നെപ്പറ്റി ആലോചന പറയുന്നത് ലോകക്കാരാണോ? യേശു അല്ലേ? അവനല്ലേ നിങ്ങളെ രക്ഷിച്ചത്? ആ കർത്താവല്ലേ കൂടെ? ആ രക്ഷകനേക്കാൾ വലിയ ആലോചനക്കാരൻ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരേ എന്ന് വിളിക്കുന്നത് പോലെ ആയി പോകരുത്. നമ്മൾ ക്ഷുദ്രം ചെയ്തത് ആര് നിങ്ങളെ മയക്കി എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയത്. ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ച് കാണിച്ചിട്ട് നിങ്ങൾ അവനെ മറന്ന് ഈ കൈനോട്ടക്കാരുടെയും പക്ഷിയാത്രക്കാരുടെയും ഈ കുലുക്കി കുത്തുന്നവരുടെയും സ്തോത്രം പ്രവചനം പറയുന്നവരുടെയും ഈ സ്തോത്രം ചുമ്മാ ഊഹാപോഹങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുകയും ചതിക്കുകയും അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചതിക്കണിയിൽപ്പെടുത്തി നിങ്ങളുടെ കണ്ണിനെ ബന്ധിക്കുന്ന കൂട്ടത്തിനോടൊപ്പം എന്തിന് നിങ്ങൾ വെറും മണ്ടത്തരം കളിക്കാൻ വേണ്ടി പോകുന്നു? പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നോക്ക്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. യേശുവിനെ വിളിച്ചാൽ അവൻ സർവനാമങ്ങളെക്കാളും മേലായ നാമം, അത്ഭുത നാമം. ആ നാമം ഉച്ചരിച്ചാൽ ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തിയാൽ നിങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും മതിയായ ദൈവം അവൻ അത്ഭുതങ്ങളാൽ നിങ്ങളെ നടത്തും. അനുഗ്രഹപാത്രങ്ങളായി നിങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതം വെച്ചടി അഭിവൃദ്ധിയായിരിക്കും. ഈ ഭൂമിയിൽ നിങ്ങൾ ഉഴലുവാനിടയാകത്തില്ല. തന്നെ പിൻഗമിച്ചവരും തന്നെ പിൻപറ്റിയവരും തന്നെ തൊട്ടവരും അത്ഭുതങ്ങളെ പ്രാപിച്ചു, രോഗസൗഖ്യം പ്രാപിച്ചു, സാമ്പത്തിക വിടുതലുകൾ പ്രാപിച്ചു, ശൂന്യതകൾ മാറി, പാപബന്ധനങ്ങൾ അഴിഞ്ഞു, ശാപങ്ങൾ അഴിഞ്ഞു മാറി. ക്രിസ്തുവിനെ ഉയർത്തി, ക്രിസ്തുവിനെ പിൻപറ്റി അവനെ ഉയർത്തി, അവനെ കർത്താവ് യേശുവിനോടൊപ്പം മുൻപോട്ട് പോകുന്ന ഒരു പ്രിയ പേരിതലേ, നിന്റെ രോഗബന്ധനങ്ങൾ അഴിയപ്പെടും, നിന്റെ ശാപക്കെട്ടുകൾ പൊട്ടിമാറും. പൊട്ടിക്കാൻ വേറൊരാളെ സ്പെഷ്യലൈസ്ഡ് ഒന്നും കൊണ്ടുവരണ്ട. നീ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ശാപത്തിന് നിന്റെ മേൽ കെട്ടിക്കെടുക്കുവാൻ കഴിയത്തില്ല. നീ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ രോഗബന്ധനത്തിന് നിന്നെ ബന്ധിച്ചിടുവാൻ കഴിയത്തില്ല. നീ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ ക്രൂശിൽ അവൻ ദരിദ്രനായത് നിനക്ക് വേണ്ടിയായതുകൊണ്ട് അവന്റെ സമ്പന്നത നിന്റെ ശൂന്യതകളെ മാറ്റുവാനിടയായിത്തീരും. നിന്റെ അപമാനങ്ങളെ മാറ്റുവാൻ നീ യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിച്ചാൽ ഇടയായിത്തീരും. നിന്റെ പരാജയങ്ങൾ മാറുവാൻ ക്രൂശിൽ ജയോത്സവമാടിയ ശത്രുവിന്റെ മേൽ പിശാചിന്റെ മേൽ ജയോത്സവമാടിയ യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ആ നാമം നിനക്ക് മാന്യത തരുന്ന നാമം, ആ നാമം നിങ്ങൾക്ക് ഉയർച്ച തരുന്ന നാമം, ആ നാമം നിങ്ങൾക്ക് സുരക്ഷിതമായ നാമം, ആ നാമം നിങ്ങളുടെ രക്ഷയുടെ നാമമാണല്ലോ. ആ ക്രിസ്തു യേശു എന്ന രക്ഷകനെ പറയുവാൻ നാവുകൾ ചലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മോർണിംഗിൽ എൻ്റെ ചെറിയ ദൈവിക ആലോചനയ്ക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരുമിച്ച് ആ ക്രിസ്തു യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മോർണിംഗ് മെസ്സേജുകൾ രാവിലെ കണ്ട് കമൻറ്റ് ചെയ്യുന്ന സ്തോത്രമൊക്കെ പറയുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്തൊരു വാക്ക് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. നിശ്ചയമായിട്ട് നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്തോണം. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മംഗലത്ത്
പ്രിയപ്പെട്ട ലീന സഹോദരിക്കായി സ്തോത്രം 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 സ്തോത്രം. പ്രിയപ്പെട്ട വനജ സാബുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നലെ നമ്മുടെ ഈ ലീന സഹോദരി ശാരീരികമായ രോഗക്ഷീണത്താൽ വളരെ ഭാരത്തോടെയായിരുന്നു. രാത്രി പ്രാർത്ഥിക്കുവാനായിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി തന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവായ യേശു തൻ്റെ അവസ്ഥയിൽ നിന്ന് തനിക്ക് വിടുതൽ കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടെ താൻ രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് മുഴുവൻ മഹത്വം കരേറ്റുവാണ്. എൻ്റെ കർത്താവായ യേശു ആ നാമത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകാനിടയാക്കരുത്. ദൈവത്തിന് മഹത്വം. ലീന സഹോദരി ഓർത്ത് ദൈവത്തിന് സ്വത്രം കൊടുത്ത വിടുതലിനായും സാക്ഷ്യത്തിനായും നന്ദി. വനജ സാബുവിനും കുടുംബത്തിനുമായി സ്വത്രം സ്വത്രം സ്വത്രം. അന്നമ്മ ജോർജിനും കുടുംബത്തിനുമായി സ്വത്രം 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 സ്വത്രം. ലീലാമ ജോസഫിനും കുടുംബത്തിനുമായി സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ട മോന് ജോമോനും റിയായും മക്കളും എല്ലാം കൂടെ വരുന്നുണ്ട്. ആ കുടുംബത്തെ ഓർത്തും പ്രത്യേകം സ്തോത്രം സ്തോത്രം സ്തോത്രം. സുധാ മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം 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 സ്തോത്രം. സുഗന്ധി ഇംബരാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട ഷൈനി മോള് വീട്ടിലുണ്ട്. ആ കുടുംബം മോന് പ്രിയപ്പെട്ടവനെ ഓർത്തും സ്തോത്രം. ജെനി കുടുംബത്തിനായി സ്തോത്രം 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 സ്തോത്രം. മോനി ഫിലിപ്പ് കുടുംബത്തിനായി സ്തോത്രം 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 സ്തോത്രം. സാലി മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. തോമസ് CG കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഷാലിൻ തോമസ് അതുപോലെ തന്നെ മക്കൾ മോരും ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഏബ്രഹാം ഫിലിപ്പ് കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ലക്ഷ്മി പ്രസാദ് കുടുംബത്തിനായി സ്തോത്രം 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 സ്തോത്രം. ബിന്ദു സാബു കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ജെസി ജേക്കബ് കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. തങ്കമ്മ മാനുവൽ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ട്രീസ മാത്യു കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. CG വിനോദ് കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം. മിനി സാം കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം. ലീന ബിഷുമോൻ കുടുംബത്തിനായി സ്തോത്രം. തൻ്റെ സഹോദരി ലിനിക്കായും തൻ്റെ പ്രിയപ്പെട്ട മമ്മിക്കായും സ്തോത്രം സ്തോത്രം സ്തോത്രം. സുഷമ എബ്രഹാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം. തൻ്റെ പ്രിയ കുടുംബം ലോലമ സാൻഡിയുടെ കുടുംബത്തിനായിട്ടും ടിൻസമോയുടെ കുടുംബത്തിനായും സ്തോത്രം സ്തോത്രം. ഗ്രേസി ജെയിംസിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കെസിയ സഞ്ജോയ്ക്കായി സ്തോത്രം. പ്രിയപ്പെട്ട റോയിച്ചാനും ലൈലാൻഡിക്കും മോനുനുമായും സ്തോത്രം. ജെയിംരാജ് കുടുംബത്തിനായി സ്തോത്രം. ജെയ്മോൻ രാജ് കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. രമ്യ ഡി കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ജൂവൽ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം. മഞ്ജു കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സാജു ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം. ഒരു മോട്ടറോള ഒരു യൂസറുണ്ട്. ആ കുടുംബത്തിനായും സ്തോത്രം സ്തോത്രം സ്തോത്രം. മിനി തെക്കേടത്ത് കുടുംബത്തിനായി സ്തോത്രം 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 സ്തോത്രം. മേരിക്കുട്ടി ജോസ് കുടുംബത്തിനായി സ്തോത്രം. തൻ്റെ മോള് കഴിഞ്ഞ ദിവസം സ്വീഡനിലായിരുന്നു. ആ കുഞ്ഞിനൊരു ജോലി ദൈവം ലഭിച്ച സാക്ഷി നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചു. ആ കുഞ്ഞിന് കൊടുത്ത അനുഗ്രഹമായ ജോലിക്ക് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയപ്പെട്ട ട്രീസ മാത്യുവിനായിട്ടും സ്തോത്രം സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഓൺലൈനിൽ നമ്മുടെ രാവിലത്തെ മോർണിംഗ് മെസ്സേജിൽ പങ്കാളികളായ പ്രിയപ്പെട്ടവരെ ഓർത്ത സ്തോത്രം. ജോർജ് ജോസഫിനായി സ്തോത്രം. ഫിലിപ്പച്ചാനായി സ്തോത്രം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ രാവിലെ മോർണിംഗ് മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട മേരിക്കുട്ടി ആൻറ്റി വിളിച്ചു. മേരിക്കുട്ടി ആൻറ്റിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മേരിക്കുട്ടി ആൻറ്റി കീച്ചേരിൽ സ്വതം തന്നെ മോൾ പ്ലസിക്കായിട്ടും അതുപോലെ തൻ്റെ മക്കൾ ആമ്പിള്ളേർ 2 പേർക്കുമായിട്ടും സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട BT സഹോദരിക്ക് കഴിഞ്ഞ ദിവസം എല്ലാം സർജറി വേണമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വിധി എഴുതി തൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ രോഗാവസ്ഥ പറയുന്നില്ല. സ്വർഗത്തിലെ ദൈവം തനിക്ക് അത്ഭുതകരമായി വിടുതൽ എന്ന് പറഞ്ഞാൽ തനിക്ക് സർജറിക്കുള്ള ആ ലിമിറ്റ്സിന് താഴെ ആയതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് ഉള്ള ഒരു അനുഗ്രഹ സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ ഉറപ്പ് പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി അതിൻ്റെ ഒരു നിഴൽ പോലും, അങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ലാതെ വണ്ണം പൂർണ്ണമായും ഈ ദിവസങ്ങളിൽ കൗണ്ട് ഡൗൺ ഡേയ്സിനുള്ളിൽ അത് ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോകും. യേശുവിൻ്റെ നാമത്തിൽ അതിനെ അനുഗ്രഹിക്കുന്നു. കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത അത്ഭുത സാക്ഷികൾ, മഴയില്ലാതെ ഭാരപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിൽ അത്ഭുതകരമായ അനുഗ്രഹീതമായ മഴ പെയ്യുവാനിടയായി തീർന്നു. ചൂടുകൂടിയിരുന്ന ചില സ്ഥലങ്ങളിൽ അവരെ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്തു. ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പകലും ദാഹത്തോടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് എനിക്കൊരു ആശ്വാസം വേണം, എനിക്കൊരു വിടുതൽ വേണമെന്നുള്ള ആഗ്രഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനായതുകൊണ്ട് നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ
യേശു മാത്രമാണ് രക്ഷകൻ. തിരിച്ചറിയുക. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ദൈവങ്ങളുണ്ടെങ്കിൽ ആ ദേവന്മാരുടെ ദേവൻ, ദൈവങ്ങളുടെ ദൈവം, രാജാക്കന്മാരുടെ രാജാവ്, രക്ഷകന്മാരുടെ രക്ഷകൻ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. അവന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, ബാഹ്യ ചടങ്ങൊന്നും വേണ്ട. വിളിച്ചാൽ മതി, യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, ഞാൻ പാപിയായൊരു മനുഷ്യൻ, അവിടുന്ന് എന്നെ എനിക്ക് വേണ്ടിയാണ് മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വരും കേട്ടോ. സ്തോത്രം. നമുക്ക് ആ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ നമ്മൾ ഇന്നലെയൊക്കെ പ്രിയപ്പെട്ടവർ ഓരോ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം യേശുവെ എന്ന്, യേശു ദൈവമാണെന്ന് അറിഞ്ഞ് അരികിലേക്ക് വരണം. അത്ഭുത പ്രവൃത്തി നടക്കുന്നത് അവിടെയാണ്. അവൻ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്ന് അവനോട് വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതിന് ധൈര്യമായിട്ട് കടന്നു. കർത്താവ് യേശു എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം അവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അരികിൽ വാ. കർത്താവ് വിടുവില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തെ തിരുസനിലേക്ക് അടുത്തു വരിക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങട്ടെ. കർത്താവ് അനുഗ്രഹമായി അവരെ തീർക്കണമേ, അത്ഭുതമായി അവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയപ്പെടുമാറാകട്ടെ. ഇന്ന് ഭാരത്തോടെ കാണുന്ന വിഷയങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. ഏറിയ പങ്കാൾക്കാരും സാമ്പത്തികമോ മറ്റുമായുള്ള വിഷയങ്ങളിൽ കുടുങ്ങി ജീവിതം തളർന്ന് താളടിയായി തുഴഞ്ഞ് ചിറക് തളർന്നവരെ പോലെയാണ്. കർത്താവെ, അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമഴ പെയ്യണമേ. സാമ്പത്തിക മാർഗങ്ങളും വഴികളും അവർക്ക് തുറന്നു കൊടുക്കണമേ. നന്മകൾ കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ തീർത്ത് അത്ഭുത സാക്ഷ്യം പറയാൻ അവരെ ഇടയാക്കണമേ. തൃക്കളങ്ങയിൽ തിരുന്നു വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ ജോളി ബദലിൻ്റെ കുഞ്ഞിനായി സ്തോത്രം. ഞങ്ങളുടെ സൂസമസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്റ്റിച്ചാൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ജോസ് ചാൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇരുപ്പച്ചാനുമോനായി സ്തോത്രം. അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്കായി കർത്താവേ സ്തോത്രം വിവാഹത്തിനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർക്കുന്നു. തലമുറകൾക്ക് അനുഗ്രഹമായ ബന്ധങ്ങൾ വന്നു ചേരട്ടെ. അനുഗ്രഹമായ വിവാഹങ്ങൾ ഉണ്ടാകട്ടെ. ഉത്തമ പങ്കാളികൾ ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിളിക്കുന്നു, ചേർക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, അതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ജോയുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ സമാധാനം സൃഷ്ടിക്കണമേ. ആ കുടുംബത്തിലുള്ള ശത്രുവിൻ്റെ എല്ലാ മുതലെടുപ്പുകളെയും എന്നേക്കും നീങ്ങിപ്പോട്ടെ. സ്വതം കർത്താവെ വത്സാന്റിക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ശത്രുവിൻ്റെ ആയുധങ്ങൾ നിർവീര്യമായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് ഓരോ കുടുംബങ്ങളും കർത്താവെ തകർച്ചയിലും വേദനയിലും ഒക്കെ ഇരിക്കുന്ന മുറിവേറ്റ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ. എല്ലാ തെറ്റിദ്ധാരണകളും സംശയങ്ങളും ആകുലതകളും എല്ലാം മാറി ക്രിസ്തുവിൽ ഒന്നു ചേർന്ന് ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. കർത്താവെ, പിശാചിൻ്റെ പ്രവൃത്തികളെ ഞാൻ ശാസിച്ചകറ്റും, അഴിച്ചു മാറ്റും. കുടുംബങ്ങളെ ഞാൻ വിടുവിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവെ, ഭാരത്തോടെ കണ്ണുനീരോടെ ഒറ്റപ്പെട്ടു പോയവരും വേദനയേറ്റവരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ മേൽ ദൈവിക സമാധാനവും ആശ്വാസവും പകരണമേ. കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ഈ പകൽ കർത്താവെ ജോലി മേഖലയിൽ പോകുന്നവരെ അനുഗ്രഹിക്കുന്നു. പുതുജോലിയുടെ വാതിലുകൾ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. വെക്കേഷൻ സമയത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനർത്ഥമുള്ള ആപത്തുകളൊന്നും വരാതെ ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ അവരെ പരിപാലിക്കണമേ. സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. തൃക്കരകളിൽ തിരികെയാണ്. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ചാനൽ 1-ൻ്റെ എല്ലാ കൂട്ടായ്മകൾ, വെള്ളി ഞായർ പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, കർത്താവെ ഞങ്ങളുടെ സ്ട്രീറ്റ് മീറ്റിങ്ങുകൾ, കർത്താവെ ഞങ്ങളുടെ സ്തോത്രം ബ്രോഡ്കാസ്റ്റ് മീറ്റിങ്ങുകൾ, ഞങ്ങളുടെ ഭവന മീറ്റിങ്ങുകൾ, കുടുംബ പ്രാർത്ഥനകൾ എല്ലാം അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ ഈ ശുശ്രൂഷയോട് കൂടിയിരിക്കുന്നതിനായി നന്ദി. അതിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സ്രോതസ്സുകൾക്കുമായി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വേലയ്ക്കായി വിതയ്ക്കപ്പെട്ട എല്ലാ കരങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുവാൻ കർത്താവെ ചില നല്ല ഹൃദയങ്ങളോട് സ്വർഗം ഇടപെട്ടല്ലോ, അതിനായി നന്ദി പറയുന്നു. കർത്താവെ, പ്രിയമുള്ളവർക്ക് കർത്താവെ നല്ല മനസ്സൊരുക്കം കൊടുക്കണമേ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിശാലതയോടെ കൈകൾ നീട്ടുവാൻ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്കായി പ്രാർത്ഥിക്കുവാനും അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനും മുന്നിൽ നിൽക്കുവാനും കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷ ഉപയോഗിക്കുന്നതിനായി ഉള്ളംകരങ്ങളിലേക്ക് തിരികെയാണ്. പിതാവ്, ഞങ്ങൾക്കായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. പിതാവ്, സകലമാനമഹത്വവും യേശു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവ്. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന് മുഴുവൻ മഹത്വവും. എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യണം. അതുപോലെ സ്വതന്ത്രം നമ്മുടെ ഇടയ്ക്കുള്ള മീറ്റിങ്ങുകൾ ഒക്കെ അതിൻ്റെ സൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരും എല്ലാം ഓൺലൈനിൽ നമ്മുടെ ഇപ്പോൾ വർഷിപ്പൊക്കെ നമ്മുടെ വൈകുന്നേരം ഉണ്ട് 7 മണിക്ക്. അതുപോലെ സ്ട്രീറ്റ് മീറ്റിങ്ങുകളുണ്ട്. അതുപോലെ ഷോർട്ട് മെസ്സേജുകളുണ്ട്, മോർണിംഗ് മെസ്സേജുകളുണ്ട്, ടെസ്റ്റ് മണികളുണ്ട്, നമ്മുടെ ചർച്ച് മീറ്റിങ്ങുകളുണ്ട്. എല്ലാം നിങ്ങൾ
വാച്ച് ചെയ്യുകയും കാണുകയും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ ചാനൽ വണ്ണിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതുതായിട്ട് പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.